ഈശോയ്ക്കും മാതാവിനും സ്തുതിയും നന്ദിയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബെന്നി ജേക്കബ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ മറ്റക്കര എന്ന സ്ഥലത്താണ്. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ 2023 സെപ്റ്റംബർ 28 ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും 6 നിയോഗങ്ങൾ ഞാനിവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. എനിക്ക് ആ 3 മാസത്തിനുള്ളിൽ തന്നെ അതിൽ 3 നിയോഗങ്ങൾ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തരികയും, എന്നാൽ വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ലഭിക്കുമെന്നുള്ള ആ പ്രതീക്ഷ എനിക്കുണ്ട്. അതോടെ കൂടി കഴിഞ്ഞതിന് ശേഷം സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ശക്തമായ പ്രചോദനം എനിക്കുണ്ടായി. ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവിടെ പങ്കുവയ്ക്കണം എന്നുള്ള കാര്യത്തിൽ. അതിലൊന്നാമത്തെ നിയോഗം ഇതായിരുന്നു. 1 വർഷമായിട്ട് എൻ്റെ നാവിൻ്റെ ഇടതുവശത്തെ അടിയിൽ ഒരു കാപ്പിക്കുരുവിൻ്റെ വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം വീട്ടിൽ ആരോടും പറയുന്നില്ല, ആരോടും പറയാതെ ആരും അറിയണ്ടല്ലോ എന്നോർത്ത് വളരെ രഹസ്യമായിട്ട് ബി ക്യാപ്സ്യൂൾസ് ഗുളിക ഏതാണ്ട് 100-ലധികം ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ അത് കഴിച്ച്, ഭാര്യ പോലും അറിയുന്നില്ല വിവരം. അങ്ങനെ ഞാനത് കഴിക്കുകയും ആ രീതിയിൽ വന്നതിന് മാറ്റമില്ലാതെ വന്നു. ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ആ നാവിൻ്റെ അടിയിൽ ആ തടിപ്പുള്ള ഭാഗത്ത് അത് തേക്കുകയും, അപ്പോഴും ഞാനത് പറയാതെ ഒരു വളരെ നിരാശനായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ സമീപവാസികൾക്ക് പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ വരികയും അത് കീറിക്കളഞ്ഞ് അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും, അതുപോലെ വേറൊരാൾക്ക് ഒത്തിരിയേറെ ചികിത്സയൊക്കെ ലഭിച്ച് അതൊത്തിരി മാരകമായിട്ട് പോയി. അദ്ദേഹത്തിന് പല ആശുപത്രിയിൽ പോയിട്ട് അദ്ദേഹത്തിന് അത് സുഖപ്പെടാതിരുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ചെന്ന് ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്, ഇത് എങ്ങനെയാണ്, ഏതാശുപത്രിയിലാണ് പോയത്, എനിക്ക് ഈ ആശുപത്രിയിൽ പോകണമെങ്കിൽ അവിടെ പോകണമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അദ്ദേഹം ഒരു 6 മാസം മുമ്പ് അദ്ദേഹം അതിൻ്റെ കാഠിന്യം മൂലം മരിച്ചു പോവുകയും ചെയ്തപ്പോൾ എനിക്ക് ആശങ്ക വളരെ കൂടുതലായി. ഞാൻ ഓരോ ദിവസവും ഉടമ്പടി തൈലവും അപ്പോൾ ഉപ്പും ഞാൻ എൻ്റെ ആ ഭാഗത്ത് ഞാൻ തേച്ച് വരുന്ന അവസരത്തിൽ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കുരു പോലെയുള്ള സാധനം, അങ്ങനെ സംഭവം ഇല്ലാതെ വന്നു. അങ്ങനത്തെ സംഭവം അവിടെ ഇല്ല. എൻ്റെ നാവിൽ തപ്പി നോക്കിയിട്ട് ഞാൻ കണ്ണാടിയിലൊക്കെ പോയി നോക്കി, അങ്ങനൊരു സംഭവമേ അവിടെ ഇല്ല. അമ്മ മാതാവ് വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ച സംഭവം. അന്നാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറയുന്നത്, ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പലയിടത്തും സാക്ഷ്യപ്പെടുത്തി. ഇതുപോലെയുള്ള അവസരമുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും അത് സാധിച്ചു കിട്ടും എന്ന് പറയുകയും ഉണ്ടായി. ഏതായാലും അമ്മ മാതാവിൻ്റെ കനിവ് കൊണ്ട് എനിക്ക് എൻ്റെ ഇപ്പോൾ ഒരു 6 മാസമായിട്ട് എനിക്ക് ആ സംഭവമേ ഇല്ല. അങ്ങനെ ഒരു രീതിയിലൊരു അത്ഭുതം എനിക്ക് സംഭവിച്ചു. അതുപോലെ 2ാമത്തെ കാര്യം, എൻ്റെ ഇളയ പെങ്ങൾ സിസ്റ്ററാണ്. സിസ്റ്റർ മണിപ്പൂർ അവിടെ ഒരു സ്കൂളിൻ്റെ HM ആയിട്ട് പ്രവർത്തിച്ച് വരവേ അതികഠിനമായിട്ടുള്ള വയറ്റുവേദനയും ഗ്യാസും എല്ലാം ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വയറൊക്കെ വീർത്തു നിൽക്കുന്ന സാഹചര്യം അവിടെ ഒരു ഡോക്ടറെ, ഏറ്റവും വലിയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാണുകയും അവിടെ ചികിത്സിക്കാനായിട്ട് ചെല്ലുകയും ചെയ്തപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ 3ാം ഘട്ടമാണ്. 3ാം ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് പോരുവാനായിട്ട് ഞങ്ങളെല്ലാം പറയുകയും അതനുസരിച്ച് അവർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയെല്ലാം ചെയ്തപ്പോൾ അപ്പോൾ വീണ്ടും ഓരോ ദിവസവും ഈ വയറ് വീർത്തു വരികയാണ്. അത് കാഠിന്യമായിട്ട് വയറ് പൊട്ടുന്നത് പോലെ ഉള്ള അവസരമുണ്ട് എന്ന് പറയും. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ചു. ആ നിയോഗം വെച്ചതിന് ശേഷം അവിടെ നിന്ന് മണിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്നു. നെടുമ്പാശ്ശേരി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് അന്ന് ആ സമയം തന്നെ ഞങ്ങൾ കാരിത്താസിലെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ബുക്ക് ചെയ്യുകയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ നടത്തി 4.5 കിലോയുള്ളൊരു മുഴ അതിൽ നിന്ന് മാറ്റം ചെയ്യപ്പെട്ടു. അതിനുശേഷം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഏതാണ്ട് 6 സെറ്റ് ഹീമോ ചെയ്തു. 6 സെറ്റ് ഹീമോ ചെയ്തപ്പോഴും ഒത്തിരിയേറെ വിഷമങ്ങളുണ്ടായിരുന്നു. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും എല്ലാം അഭിമുഖീകരിച്ച് ഛർദിയും അതുപോലെ ഭക്ഷണം കഴിക്കാതെ എല്ലാം വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും 6 മാസം മുമ്പ് ആ ക്യാൻസർ രോഗം സുഖപ്പെട്ടു, 100% സുഖപ്പെട്ടതായിട്ട് ഡോക്ടർ അറിയിച്ചു. ഇപ്പോഴും ആ സുഖപ്പെട്ട് ഇനിയിപ്പം മണിപ്പൂരിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. അത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം,
അത് എനിക്ക് 3 മക്കളാണുള്ളത്. ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളും. ആ പെൺകുട്ടികൾ 2 പേർക്ക് അവിടെ പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം അവർ പറഞ്ഞു. അവർ BCom കഴിഞ്ഞിട്ട് പുറത്ത് ഓസ്ട്രേലിയക്ക് പോകാനായിട്ടുള്ള എല്ലാ പേപ്പറുകളും എല്ലാം ശരിയാക്കി. BCom ആയതുകൊണ്ട് അവർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു രീതിയിലുള്ള ഒരു കോഴ്സേ അവിടെ കിട്ടുകയുള്ളൂ. എന്തായാലും അങ്ങോട്ട് ചെല്ലുവാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുമല്ലോ എന്നോർത്ത് അവർ 2 പേർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിച്ചു. അവിടെ ചെന്നപ്പോൾ അവർക്ക് ലഭിച്ച കോഴ്സ്, 2 പേർക്കും ലഭിച്ച കോഴ്സ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ജോലി സാധ്യതയില്ല. കൃപാസനത്തിൽ ആ കാര്യവും വെച്ച് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിലൂടെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് 2 പേർക്കും കോഴ്സ് മാറുവാൻ, ഒരാൾക്ക് 6 മാസം മുമ്പും ഒരാൾക്ക് 6 മാസത്തിന് ശേഷവുമായിട്ട് MSW നല്ലൊരു കോഴ്സ് അവർക്ക് ലഭിക്കുകയും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിൽ അവരൊരു റൂമിലാണ് അവിടെ താമസിക്കുന്നത്. അത്തരം സൗകര്യങ്ങൾ മാതാവ് ചെയ്തു കൊടുത്തു. മാതാവിനോട് നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് ഒരു പ്രതിഫലവുമില്ലാതെ ചെയ്തു കൊടുക്കുവാനായിട്ട് വളരെ തൽപരനായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ അവിടെ വരുന്ന അധ്യാപകരോടുമെല്ലാം ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ പറയുകയും അവർക്ക് പത്രങ്ങൾ അവർക്ക് കൊടുക്കുകയും അതുപോലെ മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ട് പോവുകയാണ്. രോഗികൾക്ക് രോഗി സഹായം കൊടുക്കുവാനും ഞാൻ ഉത്സുകനാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് പ്രചോദനം നൽകിയത് അമ്മ മാതാവാണ്. അമ്മ മാതാവിൻ്റെ ഈ വലിയ കാരുണ്യത്തിന്, ഈ വലിയ കൃപകൾക്ക് നന്ദി അർപ്പിക്കുന്നു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവമക്കളുടെ വിശ്വാസമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 7-ാം തിരുവചനം അരുളി ചെയ്യുന്നു. ഓരോ ജീവിത സാഹചര്യങ്ങളും എങ്ങനെയാണ് ഓരോ വ്യക്തികളെ കർത്താവിലേക്ക് അടുപ്പിക്കുക. ഒരു പൊതുപ്രവർത്തകനായ ഈ ആ മകന് പെട്ടെന്നുണ്ടായ ഒരു അസുഖവും, അതായത് തൻ്റെ നാവിലുണ്ടായിരുന്ന ഒരു പെട്ടെന്ന് വന്ന ഒരു തടിപ്പ്, എന്നാൽ മറ്റു പല സാഹചര്യങ്ങളും അനുകൂലമല്ലാതിരുന്നതിനാൽ അത് ആരോടും പറഞ്ഞില്ല. പിന്നീട് അതെങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് തൻ്റെ ജീവിത പങ്കാളിയോട് പോലും പറയാതെ അമ്മയോട് മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് പിന്നീട് അവിടെ കാണുന്നില്ല എന്നുള്ള ഒരു അനുഭവമാണ് നാം കേട്ടത്. അങ്ങനെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും തൻ്റെ മക്കളുടെ കാര്യവും അതുപോലെ തന്നെ തൻ്റെ പെങ്ങളുടെ രോഗസൗഖ്യവുമൊക്കെ അതെല്ലാം വളരെ വ്യക്തമായി നാം കേട്ടതാണ്. അപ്പോൾ ജീവിതത്തിലെ അനുകൂല സാഹചര്യങ്ങളിലല്ല നാം ഉടമ്പടി എടുത്താലും കടന്നു പോകുക. പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാകും. ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ നാം കർത്താവിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ളത് നമുക്ക് കൂടെ ഓർക്കാം. ആ ഒരു ബോധ്യം നമ്മെ കൂടുതൽ കർത്താവിനോട് അടുപ്പമുള്ളവരാക്കട്ടെ. നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന, കുടുംബത്തെ ഒന്നിപ്പിക്കുന്ന ഉടമ്പടി ജീവിതം നയിച്ച് നമുക്കും കൃപകൾ നേടാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.